ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായമാണ് ഇന്നലെ നമ്മൾ വായിച്ച് ധ്യാനിച്ചത്. അവിടെ യഹോവയായ ദൈവം മോശയും അഹ്റോനും മുഖാന്തരം ആ ജനത്തിൻ്റെ ഇടയിലെ ബാധകളെ ഇറക്കുന്ന നമ്മൾ കണ്ടു. അവസാനം ഈച്ചകൾ വർദ്ധിക്കുന്ന ഭാഗം വരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഫറവോൻ മോശയോടും അഹരോനോടും പറഞ്ഞു, നിങ്ങൾ ജനത്തെ കൊണ്ട് ആരാധിക്കുവിൻ. ഈ രാജ്യത്ത് എവിടെയെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്ത് നിങ്ങൾ പോയി ദൈവത്തെ ആരാധിക്കുവിൻ. അപ്പോൾ മോശയും അഹരോനും പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കേണ്ടത് മരുഭൂമിയിലാണ്, അവിടാണ് നീ ഞങ്ങളെ വിട്ടയക്കേണ്ടത്. പക്ഷേ ഫറവോൻ അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ വീണ്ടും അവൻ്റെ ഹൃദയം വളരെ കഠിനമാക്കുന്നതായി കാണുന്നു. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും 3 ബാധകൾ ദൈവം അയക്കുന്നതായി കാണുന്നു. ഒന്നാമത്, അവരുടെ മൃഗങ്ങളൊക്കെ ആ ചത്തൊടുങ്ങുന്ന രീതിയിൽ അവയ്ക്ക് വ്യാധി വ്യാപിക്കുന്നു. 2, വ്രണങ്ങൾ ബാധിക്കുന്നു. 3, അവിടെ കൽമഴ പെയ്യ്ക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ നാളുകളിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് മൃഗങ്ങളെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 2 തൊഴിൽ, ഒന്ന് നമുക്കറിയാം, അത് കൃഷിയായിരുന്നു. 2, ആടുമാടുകളെ മേയ്ക്കുകയാണ്. അപ്പോൾ അവരുടെ മൃഗങ്ങൾ ചാകുക എന്നുള്ളത് അവർക്ക് വലിയ സാമ്പത്തികമായ ഭാരമുണ്ടാവുകയും അവരുടെ ജീവിതം തന്നെ ദുഷ്കരമാകുന്ന ഒരവസ്ഥയാണ്. യഹോവയായ ദൈവം മോശ മുഖാന്തരം അവരോട് പറഞ്ഞു, അവയൊക്കെ ചത്തൊടുങ്ങും, അവർക്ക് വ്യാധി ബാധിക്കും. പക്ഷേ ആ ഫറവോൻ അത് കേട്ടില്ല. അങ്ങനെ വ്യാധി അവിടെ വർദ്ധിച്ചു. ആ വ്യാധി ഇസ്രായേൽ ജനത്തിൻ്റെ മൃഗങ്ങളെ ഒന്നും ബാധിച്ചുമില്ല. അവർ താമസിച്ച സ്ഥലത്ത് മാത്രമേ വ്യാധികളൊന്നുമില്ല. മറ്റ് മൃഗങ്ങളൊക്കെ അവിടെ ചത്തൊടുങ്ങുകയാണ്. അത് ഭയങ്കരമായ, അവയൊക്കെ മറവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട്, അതിഭയങ്കരമായ ദുർഗന്ധം രാജ്യം മുഴുവൻ വ്യാപരിക്കുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് അവർ കടന്നു പോവുകയും അവരുടെ ഉപജീവന മാർഗം തന്നെ മുട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. എന്നിട്ടും വീണ്ടും ഫറവോൻ ഹൃദയം കഠിനമാക്കിയപ്പോൾ യഹോവയായ ദൈവം കൽപ്പിച്ചനുസരിച്ച് മോശ തൻ്റെ വടി മണ്ണിലടിക്കുകയും പൂഴിയിലടിക്കുകയും അത് മുഴുവൻ പേനായി വർദ്ധിക്കുകയും ചെയ്തു. അത് അവിടുത്തെ മന്ത്രവാദികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ വർദ്ധിച്ചു. അത് വളരെയേറെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതായ ഒരു വലിയ സാഹചര്യമുണ്ടായി. എന്നിട്ടും അന്നേരം ഇത് ഫറവോൻ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുക, അപ്പോൾ അത് മാറട്ടെ, ഞാൻ വിട്ടയക്കാം. വീണ്ടും വീണ്ടും അപ്രകാരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പേൻ അത് വർദ്ധിച്ച് എല്ലാവരെയും ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ അതും ഇസ്രായേൽ ജനത്തെ മാത്രം അത് ബാധിക്കുന്നില്ല. 3-മത് അതും കേൾക്കാതെ വന്നപ്പോഴാണ് വലിയ കൽമഴ, ആകാശത്ത് നിന്ന് വലിയ മഞ്ഞുകട്ടകൾ താഴേക്ക് വീഴുകയും അപ്പം മോശ പറഞ്ഞത് കേട്ട് കുറേ ആളുകൾ അവരുടെ മൃഗങ്ങളെയൊക്കെ അവയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുകയും അവ രക്ഷപ്പെടുകയും ബാക്കിയുണ്ടായിരുന്നവയൊക്കെ ചത്തുപോവുകയും ചെയ്യുന്നതായ വലിയൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് അത് വീണ്ടും ആ ഫറവോൻ മോശയോട് പറയുന്നു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശ പോയി കൈവിരിച്ച് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നതും ദൈവം പെട്ടെന്ന് ആ കന്മഴ ഇല്ലാതാക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നു. കന്മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മൃഗങ്ങൾ മാത്രമല്ല ചാവുക, കൃഷിയിടങ്ങളെല്ലാം നശിച്ചു പോകും. നമ്മൾ വായിക്കുന്നു. അപ്പം അവരുടെ ഉപജീവനമാർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ഇല്ലാതെ പോകുന്ന വലിയ അതികഠിനമായ ഒരു വലിയ ബാധയാണത്. കന്മഴ പെയ്യുമ്പോൾ അവിടുന്ന് അത് വീഴുന്ന മനുഷ്യൻ മരിക്കും, മൃഗങ്ങൾ മരിക്കും, ജീവജാലങ്ങളൊക്കെ മരിക്കും, അതോടൊപ്പം കൃഷിയും ഒക്കെ നശിച്ചു പോകും. നമ്മൾ വായിക്കുന്നു, മറ്റുള്ള ബാർലി മറ്റുള്ള സസ്യങ്ങളൊക്കെ നശിച്ചു. എന്നാൽ ഫലം കായ്ക്കാതെ അല്ലെങ്കിൽ ഇത് കതിര് വരാത്ത ഗോതമ്പിന് മാത്രം ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കാരണം ഗോതമ്പിനെ നശിപ്പിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ മണികളല്ലേ അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ദൈവം അത്രമാത്രം കൃത്യമായിട്ടുള്ള ബാധകളാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പോലും ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കാതെ കഠിനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തി. കാരണം അവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം വീണ്ടും വീണ്ടും അവൻ്റെ ഹൃദയം കഠിനമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു.
ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയല്ലോ, നമ്മളും അപ്രകാരം തന്നെയാണ്. അനേക അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി, എത്രയോ പ്രതിജ്ഞകൾ നമ്മൾ ചെയ്തു, എത്രയോ കുമ്പസാരങ്ങൾ നമ്മൾ നടത്തി, ഇനി ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് ഏറ്റുപറഞ്ഞവരാണ്. പക്ഷേ വീണ്ടും നമ്മുടെ ഹൃദയം കഠിനമായി അതേ പാപം തന്നെ നമ്മൾ ചെയ്യുന്നു. കാരണം നമ്മുടെ ആ പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുന്ന ഇതാണ് പറവൂനോടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് ദൈവം തരുന്ന ഓരോ അനുഭവങ്ങളിലൂടെയും ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയമായി മാത്രം ജീവിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവെ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.